നിങ്ങൾ ഏർപ്പാടാക്കിയ ഈ കല്യാണം എനിക്ക് വേണ്ട. സുഭാഷേട്ടാ, അവരെന്തുകൊണ്ടാവും കല്യാണത്തിന് സമ്മതിച്ചത് എന്ന് എന്റെ സംശയം ഞാൻ നിന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ നീ ഇവരോടൊപ്പം നിന്ന് എന്നോടെല്ലാം മറച്ചു വെച്ചു അല്ലെ? നീ ഇവരെ പോലെ എന്റെ കല്യാണം നടന്ന് കാണാൻ ആഗ്രഹിച്ചിട്ടാവും ഈ വീട്ടിൽ നിന്ന് മാറിപ്പോയി മറ്റൊരു വീട്ടിൽ താമസിച്ചാലേ എന്റെ വിവാഹം നടക്കുമെങ്കിൽ ഇതെന്നല്ല. ആ ഡിമാൻഡ് വെക്കുന്ന ഒരു വിവാഹവും എനിക്ക് വേണ്ട. ആ കുട്ടിയായിരിക്കും ഈ കാര്യം അറിഞ്ഞ ഉടനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നു. പിന്നെ അവിടെ ഇരിക്കാൻ എനിക്ക് പറ്റിയില്ല. ഹലോ, ഞാൻ സുഭാഷ. ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ പെട്ടെന്ന് ഇറങ്ങി പോന്നു. അത് ശരിയല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. സോറി. ഇയാൾ പറഞ്ഞു കേട്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. എന്ത് പറഞ്ഞിട്ടാണോ ആദ്യം ഈ കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്, ആ കാരണത്തിന് എപ്പോഴും ഒരു മാറ്റമില്ല. ഈ വീട് വിട്ട് എന്റെ അനിയന്മാരെ വിട്ട് എനിക്ക് വരാൻ കഴിയില്ല. ഞാൻ വരികയില്ല. സോറി കവിത. എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്റെ അനിയന്മാർ അങ്ങനെ പറഞ്ഞത്. അവർക്ക് വേണ്ടി ഞാൻ സോറി പറയാം. ഇതേ നടക്കില്ല എന്ന് വീട്ടിലങ്ങ് പറഞ്ഞേക്കും. ശരി. ഹലോ. ഇനി ആരും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തേക്കരുത് കേട്ടല്ലോ. ചേട്ടൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സുഭാഷേട്ടനെ പറഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ ഈ വീട്ടിൽ സന്തോഷത്തോടെ കഴിയാനാണ് ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നല്ലോ. ചേട്ടൻ അങ്ങനെയൊന്നും പറയില്ല ഏട്ടാ. സുഭാഷേട്ടാ, ഏട്ടൻ ഈ വീട്ടിൽ നിന്ന് മാറിയാലേ ഈ കല്യാണം നടക്കുന്നു പറഞ്ഞപ്പോ ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ടെന്ന് അറിയാമോ? ഇവരാ സുഭാഷേട്ടൻ ഇവിടെ പോയാലേ കല്യാണം കഴിഞ്ഞ് സന്തോഷമായിരിക്കും പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്തത്. സോറി ഏട്ടാ, ദിവസം കഴിയുന്നതും എന്റെ ഉള്ള പേടി കൂടിക്കൂടി വരികയാണ്. ഏട്ടനില്ലാതെ ഈ വീട്ടിലേക്ക് കഴിയാൻ പറ്റില്ല ഏട്ടാ. സോറി ഏട്ടാ. കരയാതെ. എങ്ങനെയാവും കരയാന്ന് നോക്കണം. ഇതാണ് ഈ വീടിന്റെ ഒത്തൊരുമയും സ്നേഹവും. ഇത് നാട്ടുകാരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ 4 പേരും ഒന്നിച്ചിരിക്കുമ്പോഴാ ഇത് നമ്മുടെ വീടാവുന്നത്. എന്നോട് ഒരു വാക്ക് ചോദിക്കാതെ കല്യാണം നടത്താൻ ഇറങ്ങിയിരിക്കുന്നു. എന്നാ പിന്നെ ഡ്രൈവർ പണി നിർത്തിട്ടെ നാട്ടിലുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എന്തൊക്കെ ചെയ്താലാണ് കല്യാണം നടക്കാന്ന് പറഞ്ഞു കൊടുക്കണ ഒരു ബ്യൂറോ അങ്ങ് ആരംഭിക്കും. വീട് വിട്ട് പോകേണ്ടവര്, നാട് വിട്ട് പോകേണ്ടവര്, ഈ രാജ്യം തന്നെ വിട്ട് പോകേണ്ടവര്, അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. സുഭാഷ് എന്നും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. എന്റെ അനിയന്മാരുടെയും അവരുടെയൊക്കെ ഭാര്യമാരുടെയും കുട്ടികളുടെയും കൂടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. കേട്ടാ എന്നോട് കൂടി പറഞ്ഞത്. സുഭാഷിനെ എന്നും ഈ വീട്ടിലുണ്ടാവും. ചേട്ടാ വിടറാ. ദേഷ്യപ്പെടല്ലേ സുഭാഷേട്ടാ? നീ ഇവിടെ എന്താ സുഭാഷേട്ടാ? സോറി സുഭാഷേട്ടാ. സോറി ചേട്ടാ പോടാ. സുഭാഷേട്ടാ പ്ലീസ്. ചേട്ടാ ഈ കള്ളം സുഭാഷേട്ടൻ കണ്ടുപിടിക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു. വേണ്ടിയിരുന്നില്ല. സുഭാഷേട്ടൻ അറിഞ്ഞ കല്യാണം നടക്കില്ല. എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ അങ്ങനെ പറഞ്ഞ? അങ്ങനെയല്ല, എപ്പോഴെങ്കിലും സുഭാഷേട്ടൻ അറിഞ്ഞത് തന്നെയാ നല്ലത്. ഇതേ കാര്യം കല്യാണം കഴിഞ്ഞിട്ടാണ് സുഭാഷേട്ടൻ അറിയുന്നെങ്കിൽ എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. നല്ലതിനു വേണ്ടിയാണെന്നും പറഞ്ഞ് നമ്മൾ സുഭാഷേട്ടനെ വലിയ പ്രശ്നത്തിൽ കൊണ്ടെത്തിച്ചാണ്. ഇതും മറിച്ച് കല്യാണം വരെ കൊണ്ടുപോകാന്നുള്ള ഐഡിയ സുധീഷണ്ടായിരുന്നില്ലേ? വെറുതെ അല്ല. ഇവിടെ ഹരീഷ് എല്ലാവരും കൂടെ കൂട്ടി വന്നിട്ട് അവസരം എന്നെ മാത്രം തള്ളി പറയല്ലേ? ഇനി അത് പിടിച്ചു തുടങ്ങണ്ട. സുഭാഷേട്ടൻ എവിടെ? അകത്തിരിക്കുന്നുണ്ട്. ദേഷ്യത്തിലായിരിക്കും. ദേഷ്യമൊന്നും ഉണ്ടാവില്ല. നടന്നതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുണ്ടാവും. സുഭാഷേട്ടനെ വിട്ടേക്ക്, ശരിയായിക്കോളും. ഞാൻ പോയി കാണട്ടെ. എന്താ എന്ത് പറ്റി? എന്താ? ഓ സമാധാനമായി. നിലവിളി ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചത് ചുവരടിഞ്ഞ താഴെ വിടണ. ഇതൊരു ഓടിന്റെ കഷ്ണം. ഒരു സെക്കൻഡ് മുന്നേ ആയിരുന്നെങ്കിലേ അത് നിധിയുടെ തലേ വീണനെ. മോളെ നിന്റെ ദേഹത്തോലും വേണോ? ഇല്ല, എന്റെ പിന്നിലേ വീണുള്ളൂ. ഒന്നും പറ്റിയില്ല. ആ ശരി. എവിടേക്കെങ്കിലും മാറി നിന്ന് സംസാരിക്കും. അടുത്ത ഓടിന് നേരെ തലേ വീഴാനുള്ള ചാൻസ് കൊടുക്കണ്ട. പട്ടിക ദ്രവിച്ചതാ. വീടിന്റെ പല ഭാഗത്തും ഇങ്ങനെയാ. നന്നാക്കാനും പറ്റാതെ. ഒരു ദിവസം കിടന്നുറങ്ങുമ്പോഴേ മോന്തായി അങ്ങനെ തന്നെ തലേ വന്ന് വീഴും. അന്നേരം അറിയാം പോടാ. ഇതൊക്കെ ഒരു വീടാണ്. സുഭാഷയുടെ മേസ്ത്രി ഇല്ലേ? ഒരാഴ്ച കൊണ്ട് നേരാക്കാവുന്നല്ലേ ഉള്ളൂ. ഞാൻ വന്ന അന്ന് മുതൽ കാണുന്നത് ഒരുപാട് പണികളോട് ചെയ്യാനുണ്ട്. മൊത്തമായിട്ട് ഇടിച്ചു നിരത്തി പുതിയത് പണിയാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് മെയിന്റനൻസ് നടത്തിക്കൂടെ? അതൊക്കെ വലിയ കഥയടത്തി. എത്ര തവണ നമ്മൾ ചെയ്യാൻ തുടങ്ങിയതാ? അവര് സമ്മതിക്കണ്ടേ? ആര് സമ്മതിക്കണം? അത് ഈ വീടിന്റെ പേരിലെ കോടതിയിൽ ഒരു കേസ് എടുക്കാം. കേസ്? എന്ത് കേസ്? അത് ഈ വീട് ഞങ്ങളുടെ തന്നെയാ. പക്ഷേ വല്യച്ഛനും അമ്മായിയും ഇതിന്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുക. അതെങ്ങനെ സാധ്യമാവും? വീട് നിങ്ങളുടെ പേരിലല്ലേ? ഞങ്ങൾ ഈ നാട്ടിൽ നിൽക്കുന്നതിന് അവർക്ക് നാണക്കെടാൻ തോന്നും. അതുകൊണ്ട് ഞങ്ങൾ വീട് ഒഴിഞ്ഞു പോണെന്ന്. എന്തായി പറയുന്നത്? അങ്ങനെയൊക്കെ കേസ് കൊടുക്കാൻ പറ്റൂ? വളരെ കേസ് ഇത് അവർക്ക് അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞിട്ടാ. കൈമാറി വന്ന വീടും പരിപാടി അല്ലേ. അച്ഛന്റെ അവകാശം അച്ഛൻ നേരത്തെ കൈപ്പറ്റിയതാണെന്നാണ് ക്ലെയിം. ഇപ്പൊ ഈ വീടിന്മേൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാലേ അപ്പൊ അവരവടക്കുമായിട്ട് വരും. പിന്നെ വഴക്കുണ്ടാകണമെന്ന് കരുതി ഞങ്ങൾ ഉണ്ടായിരിക്കും. അവരങ്ങനെ പറയുന്നോട് മാത്രം നിങ്ങളൊന്നും ചെയ്യാതിരിക്കണം. എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാ അവര് വെറുതെ ഇരിക്കില്ല. കോടതി വിധി വരുന്നത് വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ലഹള കൂട്ടും. നിങ്ങൾ ഇതൊരു കേസിന് പോയിട്ടില്ലേ? വക്കീലിനെ വെച്ചിട്ടുണ്ടോ? ഇതുവരെ അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അല്ല, ഈ വീട് ആരുടെ പേരിലാ? അത് അച്ഛൻ എഴുതി കൊടുത്തത്. അതിന്റെ രേഖയുണ്ടോ? ഉണ്ട് ഇല്ലടാ. ഉണ്ടെന്നാ തോന്നുന്നേ. അച്ഛന്റെ പേരിലാണെന്ന രേഖയുണ്ടെങ്കിലേ പിന്നെ അവരുടെ വാദം നിൽക്കില്ല. നിങ്ങളൊരു വക്കീലിനെ കണ്ട് വാദിച്ചാൽ കേസ് ഉറപ്പായിട്ടും ജയിക്കും. അത് മോളെ കുറെ നാൾ മുമ്പ് കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞ ലെറ്റർ വന്നായിരുന്നു. അതിനുശേഷം ഞങ്ങളും അത് ഫോളോ അപ്പ് ചെയ്തില്ല. വല്യച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഭീഷണിപ്പെടുത്തിട്ട് പോകും. ഞങ്ങൾ വഴക്കിന് പോകണ്ടെന്ന് കരുതി ഉണ്ടായിരിക്കും. അങ്ങനെ കേട്ടിരുന്ന് ഇത് സത്യത്തിൽ ഞങ്ങളുടെയല്ല അവരുടെ വീടാന്നുള്ള തോന്നലായിരിക്കും. നിങ്ങൾ എന്താ എല്ലാരും ഇങ്ങനെ? അത് വിട്, നമുക്ക് നോക്കാം. രാവിലെ ഞാനേ ഈ പട്ടിയെ ശരിയാക്കി ഓടി വെച്ചോളാം. അത്രയും മതിയോ? വീടിന്റെ കേസ് ഒന്ന് ശരിയാക്കണ്ടേ? ഇനി ഇവിടുന്ന് മാറുന്നില്ലെങ്കിലേ അടുത്ത കാര്യത്തിന്റെ മൊത്തത്തിലൂടെ താഴെ വന്ന് വീഴും. മാറി. അത് വീഴട്ടെ. അതിനുമ്പ് ഒരു കാര്യം പറയൂ. എന്താ? ഈ വീട് അച്ഛന്റെ പേരിലാണോ? അതെ, എന്റെ അച്ഛൻ പണ്ടേ എനിക്ക് തന്നതാ. ആണോ? എന്നിട്ടെന്താ വല്യച്ഛനും അമ്മയും കേസ് കൊടുത്തിരിക്കുന്നത്? അച്ഛന്റെ പേരിലെ വീട് ഇരിക്കുന്നത് രേഖ വലുതുണ്ടോ? അങ്ങനെ എന്റെ പേരിലൊരു രേഖയൊന്നുമില്ല. ഇല്ലേ? അത് അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഇന്ന ഭാഗം ഇന്ന അടക്കുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീൽപത്രം ഉണ്ടോ? അതിവിടെ കാണും. ഓർമ്മയൊന്നുമില്ല. നോക്കണം. പിന്നെ നോക്കാം. ഇപ്പൊ കിടന്ന് ഉറങ്ങട്ടെ. സുഭാഷേട്ടൻ അറിയാമോ? ഇല്ല, അറിയില്ല. നിങ്ങൾക്ക്? എനിക്കോ? അറിയില്ല. എനിക്കറിയില്ല. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരാൾക്കും അറിയില്ല. ഞങ്ങളാരും അത് ആലോചിച്ചിട്ടില്ല. നിങ്ങളുടെ വീട് നിങ്ങളുടെ കയ്യിലാണെന്ന് അതിന് രേഖയുണ്ടെങ്കിൽ ഏത് കോടതിയിലും നിങ്ങൾക്ക് വാദിച്ചൂടെ? അതെ, നമ്മളതെന്താ നേരത്തെ ആലോചിക്കേണ്ടിരുന്നേ? അത് ശരിയാണല്ലോ അല്ലേ? എന്നിട്ട് ഇപ്പോഴാണ് ആലോചിക്കുന്നത്? ഒരു കാര്യം ചെയ്യും. അച്ഛൻ പറഞ്ഞ പോലെ
4 പേരും കൂടി ഇതിനടിയിൽ വന്ന് നിന്ന് മുകളിലേക്ക് നോക്കി നിൽക്കും. എപ്പോഴാ വീഴാന്നറിയാം. നിധി വാ ദോശ കഴിക്കാം. ദാ വരുന്നു. മോള് കഴിച്ചു. ഞാൻ എന്താ ഹെൽപ്പ് ചെയ്യണോ? എല്ലാം റെഡിയാ. നിധി നിധി എവിടെ പോയി സുധീഷേ കഴിക്കുന്ന എന്താ ഉള്ളെ? ദോശയും ചമ്മന്തിയുണ്ട്. വെറൈറ്റി കുസേനാണല്ലോ. എന്നും ഈ ദോശ ഇതേന്ന് ഉണ്ടാക്കിയിട്ട് സുഭാഷ് മടുക്കുന്നില്ല സുഭാഷേട്ടാ. എന്തെങ്കിലും വെറൈറ്റി ഉണ്ടായിക്കൂടെ എന്ന് ചോദിച്ചാ അപ്പൊ നേരെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി വെക്കും. നിനക്ക് എന്താ വേണ്ടെന്ന് പറ, അത് ഞാൻ ഉണ്ടാക്കി തരാം. സുഭാഷേട്ടൻ എന്തൊക്കെ അറിയാം. നിനക്ക് എന്താ വേണ്ടെന്ന് പറ. എന്നാലേ എനിക്കൊരു പിസ്സ ഉണ്ടാക്കിയതാ. അല്ലെങ്കിൽ വേണ്ട പാസ്ത. സ്പെഗറ്റി. അതെ, സുഭാഷ് ചേട്ടൻ അറിയുന്ന ഫുഡൊക്കെ സുഭാഷ് ചേട്ടൻ ഉണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇഡലി ഇടിയപ്പവും പുട്ടും ഒക്കെ ആയിരുന്നല്ലോ. എല്ലാം നിങ്ങൾ എല്ലാവരും വെട്ടി വിഴുങ്ങുകയും ചെയ്തു. ഇന്നലെ ഇന്നുമല്ല ദോഷമായത്. മെനഞ്ഞാന്ന് കഴിച്ച ചോളപ്പൊട്ടായിരുന്നില്ലേ? പിന്നെ പീച്ചയും സ്പെഗറ്റി ഒക്കെ വേണമെങ്കിൽ അവനവൻ തന്നെ ഉണ്ടാക്കി കഴിച്ചോണം. കേട്ടല്ലോ? വെറുതെ സുഭാഷ് ചേട്ടനെ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കരുത്. അയ്യടാ ഇതേ ഞങ്ങളുടെ ചേട്ടനാ. ഇയാളെന്താ സുഭാഷ് ചേട്ടൻ കുത്തായി കിടത്തേക്കാണ്. ബാക്കിയുള്ളവർക്കൊന്നും പറയാൻ പാടില്ലേ? അയ്യേ ഇതേ എന്റെ ചേട്ടനെ. എനിക്ക് തോന്നിയതൊക്കെ ഞാൻ പറയും. അല്ല കേട്ടോ, ഇനിയും പറയും. അങ്ങനെ തോന്നി പറയാനൊന്നും സമ്മതിക്കില്ല. അങ്ങനെ തന്നെ. നീ നിനക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു നിധി. ചേട്ടാ ഞാനേ ഈ വാനന്മാർക്ക് മാത്രമല്ല നിനക്കും ചേട്ടൻ. ശരി സമ്മതിച്ച്. അതെ കഴിച്ചു കഴിഞ്ഞാൽ എന്റെ കൂടെ വാ. ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? എന്ത്? വാ പറയാം. ആദ്യം പറ. പറയാന്നേ വാ. ആദ്യം പറ, എന്നിട്ട് ഞാൻ വരാം. അങ്ങ് തക്കലേന്ന് ഇവിടെ വരെ എന്നെ മാത്രം പ്ലീസ്. ഈ കഥ ഞാൻ ഒരുപാട് കേട്ടു. ഇനി വയ്യ. എന്നാ പിന്നെ എന്റെ വാ. എടാ ശരിക്കൊരു സർപ്രൈസാ. വാടോ. സുഭാഷ് ഏട്ടാ ഒന്ന് പറ. ഞാൻ ഇയാളെ പിടിച്ചിടാൻ പോകുന്നൊന്നുമില്ല. ഒന്ന് വാടോ. എന്തോ പ്രധാനപ്പെട്ട കാര്യമാണ് തോന്നുന്നു. പോയിട്ടോ. എന്താന്ന് പറഞ്ഞൂടെ? എന്നെ കൊണ്ടിങ്ങനെ അപേക്ഷിക്കരുതെന്ന് പറ സുഭാഷ് ഏട്ടാ. പോയിട്ട് നമ്മള് സുഭാഷ് ചേട്ടൻ പറഞ്ഞോണ്ട് മാത്രം. ശരി സൂക്ഷിച്ചു പോയിട്ട് പറഞ്ഞു. ഓ ശരി. അനിയത്തെ പ്രായത്തെ ഞാൻ സൂക്ഷിച്ച് കൊണ്ടുവന്ന കയ്യിൽ അങ്ങ് ഏൽപ്പിച്ചോളാം. പോരെ? വാ. സുഭാഷ് ചേട്ടാ, വല്ല ഉടായ്പ പരിപാടിയാണെങ്കിൽ വെറുതെ വിടരുത്. ആകെ ഞാൻ ഏറ്റു. ഒരു നല്ല അഭിനന്ദനം എനിക്ക് വേണ്ടി ഇവിടെ ചുട്ട് വെച്ചേക്കെ. സർപ്രൈസ് കൊടുത്തിട്ടേ ഞാനതൊന്ന് വാങ്ങിച്ചോളാം. ഓക്കെ പിന്നെ പെട്ടെന്ന് ഈ ഡ്രസ്സൊക്കെ മാറ്റി നല്ല ഡ്രസ് ഇട്ടുവാ. ഓക്കെ മോളെ. അതെ എങ്ങോട്ടാണ് നമ്മൾ പോണെന്ന് വല്ല ഊഹണ്ട? ഇല്ല. ശരി പറയാം. നമ്മളിപ്പോ പോകുന്നത് യൂണിവേഴ്സിറ്റിയിലേക്ക്. ഇയാളുടെ സർട്ടിഫിക്കറ്റിന് നേരിട്ട് അപേക്ഷിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ ഒരു സർപ്രൈസ് ആയില്ലേ? ഇനിയിപ്പോ പോകുന്നുണ്ട് വിരോധമൊന്നുമില്ലല്ലോ. ഞാൻ ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി വരുന്നു. വാ. എന്താണ് മുഖം ആകെ വിളറിയിരിക്കുന്നല്ലോ. എന്താ എത്ര ടെൻഷൻ? കോളേജിലേക്ക് ഇതേ കാര്യത്തിന് പോയിട്ടും ഒന്നും നടന്നില്ലല്ലോ. അത് ഓർത്തിട്ടുള്ള ടെൻഷൻ. അതുപോലെയല്ലോ ഇവിടെ നമുക്ക് വൻ സ്വാധീനമല്ലേ. തന്റെ സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ടും കിട്ടും. ഇങ്ങനെ കിട്ടോ? പിന്നെ യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ പ്രിന്റിംഗ് പ്രസ് അല്ലേ. നമ്മൾ ചെന്ന് ചോദിക്കുന്നു, അവരപ്പം തന്നെ അടിച്ച് കൈ തരുന്നു. ആദ്യം ചെന്ന് കാര്യം പറയും. നിധി ഇവിടെ ഞാൻ മാഡത്തിനെ കണ്ടിട്ട് വരാം. വിളിച്ചിരുന്നു. മാഡം. സുധീഷേ. മാഡം പറഞ്ഞല്ലോ ഞാൻ വൈഫിനെ കൂട്ടി വന്നിട്ടുണ്ട്. അതെയോ? വരൂ. ഹായ് മാഡം. മാഡം ഇതാണ് എന്റെ വൈഫ് നിധി. സുധീഷ് പറഞ്ഞിരുന്നു ഇയാളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് റീ അപ്ലൈ ചെയ്യണമെന്ന്. ഒരു കാര്യം ചെയ്യും, പാസ് ഔട്ട് ആയ വർഷം, കോളേജിന്റെയും കോഴ്സിന്റെയും ഡീറ്റെയിൽസ്, ID നമ്പർ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഒരു പേപ്പറിൽ എഴുതി തരൂ. ഓക്കെ. ശരി എന്നാ ഒരു പേപ്പർ തരൂ. തരാം. പേര് വേണോ? ഈ വർഷമാണ് പാസ് ഔട്ട് ആയത്. അതെ. ഇരിക്കും, ഞാനിപ്പോ വരാം. ഇരുന്നിരിക്കും. ഇവിടെ നിൽക്കണ്ട. മാഡം. എന്താ സുധീഷേ? മാഡം അത് പിന്നെ ഞാൻ താങ്ക് യു. ഇയാളൊരു ഭൂലോക പഞ്ചാരയാണല്ലോ. അതിനെന്താ? ഓക്കെ. ശരി എന്നാ. ഓക്കെ. ശരി മാഡം. ഇവളുടെ മുഖത്ത് ദേഷ്യവും പൊസസീവ്നെസ് ഒന്നും കാണുന്നില്ലല്ലോ. ഞാൻ ആരോട് സംസാരിച്ചാലും കുഴപ്പമില്ലെന്നാണോ? അതെ അവരിപ്പോ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊണ്ടുവരും. അതിലൂടെ സൈൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നിധി ഇതിലൊന്ന് സൈൻ ചെയ്യണം. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ വന്നോളൂ. ശരിക്കും മാക്സിമം 2 വീക്സ്. ആക്ച്വലി അതിന് മുമ്പ് തന്നെ കിട്ടും. നേരത്തെ ആയാ ഞാൻ സുധീഷിനെ ഇൻഫോം ചെയ്യാം. താങ്ക് യു മാം. ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ കല്യാണക്കഥയൊക്കെ സുധീഷ് പറഞ്ഞിരുന്നു. ഇവരെന്തിനാ ഇപ്പൊ ഇത് പറയുന്നത്? അഡ്വഞ്ചറസ് ആയ വിവാഹമായിരുന്നു അല്ലേ? എന്റെ ഏട്ടനെ കല്യാണം കഴിച്ചിട്ട് വീട്ടിലേക്ക് വരാമോ? മതി, നിർത്ത്. ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല ഹരീഷ്. എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടാലില്ലല്ലോ ഇയാക്കുന്നത്. എങ്ങനെ ഒന്നുകൂടെ കാണിച്ചേ.